ഹായ് ഡിയേഴ്സ്, ഈ മാസം നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലോക്സ് ആണ് വരാൻ സാധ്യതയുള്ളത് എന്ന് നോക്കിയാലോ. ഹാർഡ് ടു ഗെറ്റ്, ഇത് നിങ്ങളുടെ ഓവറോൾ എനർജിയെ ബേസ് ചെയ്ത് കിട്ടിയ ബ്ലോക്കേജ് ആണ്. അടുത്തത് നിങ്ങളുടെ ഹെൽത്തിൽ വരാൻ സാധ്യതയുള്ള ബ്ലോക്കേജ് ഫേറ്റഡ് ടു ബി അലോൺ. ഇനി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് കിട്ടിയ ബ്ലോക്കേജ് ബീയിങ് എ വിക്ടിം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്ലോക്കേജ് സോൾമേറ്റ് ഓൺലി. ഇനി നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ ബ്ലോക്കേജ് ടു പാസീവ്. നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം. ഹാർഡ് ടു ഗെറ്റ്, ഈ കാർഡ് ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ബ്ലോക്കേജ് ആയിട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ചില നിസ്സംഗഭാവം അല്ലെങ്കിൽ കാര്യത്തിന്റെ ഗൗരവം ശരിക്കും മനസ്സിലാക്കാതെ പല അവസരങ്ങളും വെറുതെ കളയാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ചില ചിന്താരീതികൾ കാരണമോ ഭയങ്ങൾ മൂലമോ അങ്ങനെ എന്തൊക്കെയോ കാരണം ഈ വരുന്ന അവസരങ്ങളെ അടുപ്പിക്കാത്തതുമാകാം. എന്ത് കാര്യവും അടുത്തറിയുമ്പോഴേ അത് എത്ര നിസ്സാരമായിരുന്നു എന്ന് മനസ്സിലാകും. അതിനാൽ വരുന്ന അവസരങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റിയില്ലെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെക്കാലോ. ഒന്നിനോടും മുൻവിധി പാടില്ല. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട പെറ്റ്, വളർത്തുമൃഗങ്ങളോ പക്ഷികളോ അങ്ങനെ എന്തെങ്കിലും, ഇവയിൽ നിന്ന് മാറി നിൽക്കേണ്ടിയോ ഉപേക്ഷിച്ച് പോകേണ്ടതോ ആയ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഒരുപക്ഷെ ഇവർ നിങ്ങളെ വിട്ടുപോകുന്നതും ആകാം. ഒരു വേർപാട്, അങ്ങനെ എന്തോ ഒരു എനർജി ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വേർപാട് നിങ്ങളെ വല്ലാതെ തളർത്തുകയും ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളെ മാനസികമായും ശാരീരികമായും വേദനിപ്പിക്കും. ഈ സമയം നിങ്ങളിൽ പല ചിന്തകളും വന്നുപോകും. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നതെല്ലാം, നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് തോന്നുന്ന എല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന ചിന്ത നിങ്ങളെ തളർത്തുകയും ചെയ്യും. എന്നാൽ അത് അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളുടെ സോൾ പർപ്പസുമായി നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഇവ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കുവാനും ഒരുപാട് പാഠങ്ങൾ ഇട്ട് തന്നിട്ടാണ് പോകുന്നത്. അവരുമായുള്ള നിങ്ങളുടെ പർപ്പസ് കഴിയുമ്പോൾ സ്വാഭാവികമായും അവർ നിങ്ങളെ വിട്ടു പോകും. ഈ ഭൂമിയിൽ ആർക്കും സ്വന്തമല്ല. അതിനർത്ഥം നിങ്ങൾ ഒറ്റയ്ക്ക് കഴിയേണ്ടവരാണ് എന്നല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും പലരും പല സാഹചര്യങ്ങളും വന്നും പോയും ഇരിക്കും. അതിൽ ചിലത് മാത്രം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അതിനാൽ അനാവശ്യ ചിന്തകൾ വെടിഞ്ഞ് ഉഷാറായി പോസിറ്റീവായി ഇരിക്കുക. സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുകയും ചെയ്യുക. വിചാരിച്ച ജോലി ലഭിച്ചില്ല, ആഗ്രഹിച്ച ശമ്പളം ലഭിച്ചില്ല എന്നെല്ലാം കരുതി വിധിയെ പഴിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇഷ്ടപ്പെട്ട കാര്യം സന്തോഷത്തോടെ ചെയ്യുക. വിക്ടിം, ഇര എന്ന മെന്റാലിറ്റി ഉപേക്ഷിക്കുക. ചിലരെ അവരുടെ കൊളീഗ്സ് തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ വരുത്തുകയോ ചെയ്തതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന അന്തരീക്ഷം നിങ്ങൾക്ക് നരകം പോലെ തോന്നുന്നുണ്ടായിരിക്കും. സത്യം എന്തായാലും പുറത്തു വരും. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ ആരെയും ഭയപ്പെടേണ്ട. സ്വന്തം മനസ്സാക്ഷിയെ മാത്രം പേടിച്ചാൽ മതി. നിങ്ങൾ കുറ്റക്കാരനല്ലാത്തിടത്തോളം നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഈ മാസം നിങ്ങളിൽ പലരും നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ കണ്ടുമുട്ടാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. സോൾമേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ലവ് അഫെയർ, ലവ് റിലേഷൻ തന്നെയാകണമെന്നില്ല. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ ആഴമേറിയതും സ്വാഭാവികവും ആത്മീയവുമായ ബന്ധം പങ്കിടേണ്ട ഒരാളാണ്. പലപ്പോഴും യുക്തി, സമയം, സാഹചര്യം എന്നിവയെ മറികടക്കുന്ന ഒരാൾ. ഇത് ഒരു പ്രണയമാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഈ ഒരു ബന്ധം നിങ്ങളിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടാക്കുവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഒരു ബ്ലോക്കേജ് ആയിട്ട് മാറാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട്. ടു പാസീവ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി വരുന്ന ബ്ലോക്കേജ് ആയി ലഭിച്ചിരിക്കുന്ന കാർഡാണിത്. ഈ കാർഡ് വളരെ ശക്തവും വ്യക്തവുമായ മെസ്സേജ് നൽകുന്നു. എടുത്തുചാട്ടം ഒന്നിനും ഒരു പരിഹാരമാകില്ല. കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ മാത്രം പ്രവർത്തിക്കുക. പക്ഷേ ഒരിടത്തിരുന്ന് പ്ലാൻ ചെയ്യുക മാത്രം ചെയ്യാതെ പുറത്തു വന്ന് പ്രവർത്തിക്കുവാനും തയ്യാറാവണം.
പ്രത്യേകിച്ച് ഹൃദയത്തിന്റെയോ വ്യക്തിപരമായ ബന്ധങ്ങളുടെയോ കാര്യങ്ങളിൽ. നിശബ്ദത തീജ്വാലയെ മങ്ങിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ ഹൃദയം സംസാരിക്കട്ടെ. അഭിനിവേശം ആരെയും കാത്തിരിക്കില്ല. നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാകുമ്പോൾ അത് പൂത്തു തളിർക്കും. ഈ ഒരു സ്പ്രെഡിന്റെ മൊത്തം തീമാണിത്. ഇതിലെ മെസ്സേജസ് എത്തേണ്ടവർക്ക് തന്നെ എത്തട്ടെ. ഇതൊക്കെയാണ് ഈ മാസം നിങ്ങളെ പലതിൽ നിന്നും ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളും അവയെ നേരിടാനുള്ള ചില രീതികളും. താങ്ക് യു ഡിയേഴ്സ്.